നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സ്വകാര്യ ബസ്സുകൾക്ക് നഷ്ടത്തിൽ നിന്ന് കരകയറാനായി ടിക്കറ്റ് ഇതര വരുമാനത്തിന് വഴിയൊരുക്കി സർക്കാർ. സ്വകാര്യ ബസ്സുകളിൽ പരസ്യം നൽകാൻ അനുമതി നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രികാല വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതായും മന്ത്രി. കാപ്പ കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് സത്യപ്രതിജ്ഞ. കുന്നംകുളം പഴഞ്ഞിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അച്ഛനും മകളും മരിച്ചു. അമ്മയും മകനും ആശുപത്രിയിൽ ചികിത്സയിൽ. തൃശൂർ പുല്ലഴിയിൽ വഴിയോരത്ത് വ്യാപകമായ ഹോട്ടൽ മാലിന്യം തള്ളിയ നിലയിൽ. റോഡിൽ മാലിന്യം തള്ളിയത് കോർപ്പറേഷൻ കണ്ടിൻജന്റ് ജീവനക്കാരൻ. മാലിന്യം നിക്ഷേപിച്ച ജീവനക്കാരനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കൗൺസിലർ. ചാവക്കാട് ബ്ലാങ്ങാട് വീട് കുത്തി തുറന്ന് കവർച്ച. 5.5 പവനും പണവും നഷ്ടപ്പെട്ടു. മോഷ്ടാവ് അകത്ത് കയറിയത് വീടിന്റെ മുകളിലത്തെ നിലയിലെ ഗ്രില്ല് പൊളിച്ച്. ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാർ ആരെന്നറിയാൻ ഇനി 3 മത്സരങ്ങൾ കൂടി. കലാശക്കളി ഞായറാഴ്ച അർദ്ധരാത്രി. വാർത്തകളിലേക്ക് വിശദമായി. സ്വകാര്യ ബസ്സുകൾക്ക് നഷ്ടത്തിൽ നിന്ന് കരകയറാനായി ടിക്കറ്റ് ഇതര വരുമാനത്തിന് വഴിയൊരുക്കി സർക്കാർ. സ്വകാര്യ ബസ്സുകളിൽ പരസ്യം നൽകാനുള്ള അനുമതി നൽകുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര നടപ്പാക്കിയതോടെ സ്വകാര്യ ബസ് ജീവനക്കാർ ദുരിതത്തിലാണെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പദ്ധതി ഒരുക്കുന്നത്. ബസ്സുകളുടെ അകത്തും പുറത്തും പരസ്യങ്ങൾ പതിക്കുന്നതിനുള്ള അനുമതിയാണ് നൽകുന്നത്. സ്വകാര്യ ബസ് ഉടമകൾ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗതാഗത നയം നടപ്പിലാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനും ഏതൊക്കെ മേഖലയിലാണ് ഇത് ബാധിച്ചിരിക്കുന്നതെന്ന് പഠിക്കാനുമായി B പത്മകുമാർ ചെയർമാനുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 45 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് തൃശൂരിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മഴ കുറഞ്ഞതോടെ ജലലഭ്യതയിലും വലിയ കുറവാണ് ഉണ്ടായത്. ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കൂടാതെ രാത്രികാലങ്ങളിലെ വൈദ്യുതി ഉപഭോഗവും വർദ്ധിച്ചു. പകൽ നിരക്കിനേക്കാൾ ഇരട്ടി നിരക്കിലാണ് വൈദ്യുതി പുറമേ നിന്ന് വാങ്ങുന്നത്. ഈ സ്ഥിതി അധികനാൾ തുടരാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വൈദ്യുതിയുടെ കാര്യത്തിൽ ലഭ്യത കുറവുണ്ട്. കാരണം മഴ കുറവാണ്. നമ്മളെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊടിയ ചൂടിൻ്റെ സമയത്ത് നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിട്ടുണ്ട്. ആ വൈദ്യുതി നമുക്ക് കൃത്യമായിട്ട് തിരികെ കൊടുക്കണം. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പോരായ്മ പരിഹരിക്കാൻ കൂടുതൽ വില നൽകി നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വൈദ്യുതി ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാങ്ങി ഫുട്ബോൾ സമയത്തും രാത്രിയിലെ പീക്ക് ടൈമിലും വൈദ്യുതി സപ്ലൈ ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. പ്രശ്നങ്ങളുണ്ട്. അതേസമയം സംസ്ഥാനത്ത് അപ്രഖ്യാപിത നിയന്ത്രണമുണ്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞുമാറി. തൃശൂർ ജില്ലയിലെ വൈദ്യുതി വിഭാഗം പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ആവശ്യങ്ങളും നിർദ്ദേശങ്ങളുമായി MLA മാർ. കോടികളുടെ പെൻഷൻ കുടിശ്ശിക പരിഹരിക്കണമെന്ന് മേയർ. വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ ജില്ലകളിൽ നേരിട്ടെത്തി വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സണ്ണി ജോസഫ് തൃശൂരിലെത്തിയത്. കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലയിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. തുടർന്ന് MLA മാർ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ മന്ത്രിയെ ധരിപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി KSEBയുടെ വഴിവിളക്കുകൾ നീക്കം ചെയ്തതോടെ ജില്ലയുടെ തീരദേശ മേഖലയിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചതായും ഇതിൽ പരിഹാരം കാണണമെന്നും ഗുരുവായൂർ MLA NK അക്ബർ ആവശ്യപ്പെട്ടു. ട്രാൻസ്ഫോർമറുകൾ വ്യാപകമായി ഓവർലോഡായി പ്രസരണം തടസ്സപ്പെടുന്നതും ജീവനക്കാരുടെ കുറവും അദ്ദേഹം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കോൾപ്പടവുകളിലെ വെള്ളം വറ്റിക്കുന്ന തുടർച്ചയായ പ്രവർത്തനങ്ങൾക്ക് വൈദ്യുതി തടസ്സമുണ്ടാകുന്നത് ഒഴിവാക്കണമെന്ന് മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് അറിയിച്ചു. വടക്കാഞ്ചേരി ജംഗ്ഷൻ വികസനത്തിന് ട്രാൻസ്ഫോർമറുകൾ തടസ്സമാകുന്ന സ്ഥിതി ഒഴിവാക്കണമെന്നും അണ്ടർഗ്രൗണ്ട് കേബിൾ സ്ഥാപിക്കുന്നതിൽ മണ്ഡലത്തെ ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ആവശ്യം. ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ചാലക്കുടി മണ്ഡലത്തെ വകുപ്പ് കാര്യമായി പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് സനീഷ് കുമാർ ജോസഫ് MLA മുന്നോട്ട് വെച്ചത്. അതേസമയം ജീവനക്കാർക്ക് പെൻഷൻ നൽകിയതിൽ
തൃശൂർ കോർപ്പറേഷന് 114 കോടി രൂപയിലധികം സർക്കാരിൽ നിന്നും കിട്ടാനുണ്ടെന്നും ഇതിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. RDS പദ്ധതി നടത്തിപ്പുൾപ്പെടെ പ്രതിസന്ധിയിലാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ 40 കോടി രൂപയെങ്കിലും ഉടൻ അനുവദിക്കണമെന്നും മേയർ പറഞ്ഞു. സോളാർ പദ്ധതികൾ വ്യാപിപ്പിക്കാനും വൈദ്യുതി തടസ്സം ഇല്ലാതാക്കാനും പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കാനും പ്രവർത്തികൾ അപകടരഹിതമാക്കാനും വകുപ്പിന് കഴിയണമെന്നും അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. MLA-മാരായ രാജൻ ജെ പല്ലൻ, KK രാമചന്ദ്രൻ, K രാജൻ, UR പ്രദീപ്, കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. TCV തൃശൂർ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കും. രാവിലെ 11-നാണ് സത്യപ്രതിജ്ഞ. സുഗതന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. സുഗതനെ ജയിലിന് പുറത്തേക്ക് വിടുന്നതിൽ സർക്കാർ കടുത്ത എതിർപ്പുയർത്തിയ സാഹചര്യത്തിലാണ് കോടതിയുടെ നിലപാട്. കാപ്പ കേസിൽ കരുതൽ തടങ്കലിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് കോർപ്പറേഷനിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്ന സുഗതന്റെ അപേക്ഷ സർക്കാർ എതിർത്തത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിലാദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover la Vraigote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കുന്നംകുളം പഴഞ്ഞിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പിതാവും മകളും മരിച്ചു. അരുവായി MD കോളേജിന് സമീപത്ത് താമസിക്കുന്ന മാടക്കപ്പറമ്പിൽ 50 വയസ്സുള്ള സിബി, മകൾ 18 വയസ്സുള്ള അലീന എന്നിവരാണ് മരിച്ചത്. ഭാര്യ മീന, മകൻ ആദിത്യൻ എന്നിവർ അപകടനില തരണം ചെയ്തതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. സിബിയെ കിണറ്റിലും മകളെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യയും മകനും വിഷം ഉള്ളിൽ ചെന്ന നിലയിലായിരുന്നു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സിബി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൂട്ടാത്മഹത്യയിലെ ഞെട്ടൽ മാറാതെ അയൽവാസികൾ. ഈ കൂട്ട ആത്മഹത്യാ ശ്രമം നടന്ന മടക്കനായ്ക്കൽ സിബിയുടെ വീടാണ് നമുക്ക് പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കുന്നത്. പഴഞ്ഞി മടക്കനായ്ക്കൽ സിബി കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയത്. അദ്ദേഹം ഖത്തറിൽ ഡിസൈനറായിരുന്നു. ഈ നാട്ടിലെത്തി, പക്ഷേ ഇന്ന് പുലർച്ചെയാണ് ഈ വിവരം, ഈ കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിവരം നാടറിയുന്നത്, പോലീസ് അറിയുന്നത്. പോലീസാണ് ആദ്യം അറിഞ്ഞതല്ലേ? അതെ അതെ, സ്റ്റേഷനിൽ വിളിച്ച് ഈ ആദിത്യൻ, ഈ സിബിയുടെ മകനായ ആദിത്യൻ സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ച് കിടക്കുകയാണ്, പോലീസ് വേഗം വേണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കുന്നു. അപ്പോൾ സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചതിന് ശേഷം പിന്നീട് പയ്യൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പയ്യനോട് പറഞ്ഞു, മോനെ എന്താണ്ടായെന്ന് വെച്ചപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു വന്നപ്പോൾ ഞങ്ങളും വല്ലാണ്ട് ആശങ്കപ്പെട്ടു. അന്നേരം ഞാൻ പറഞ്ഞു, മോനെ സമയം വളരെ ലിമിറ്റാണ് നമുക്ക്, നീ വേഗം സമയം കളയാണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആൾക്കാരെ വിളിക്കുക, അപ്പോഴേക്കും അതിനകത്ത് ഞങ്ങൾ പോലീസോടെ എത്തിക്കും പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ സുധാകരൻ എന്നുള്ള ചേട്ടൻ്റെ അടുത്ത് കൂട്ടി വിവരം പറയുന്നു. അദ്ദേഹം ഞാൻ അവരോട് മോനെ ഫോൺ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിന് ഫോണ് അവിടെ കൊടുത്തപ്പോൾ ഞാൻ ചോദിക്കുന്നു. അപ്പോൾ സുധാകരനോട് ചോദിച്ചു എന്താ ഉണ്ടായി ചോദിച്ചപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട് സിബിയുടെ ഭാര്യ ബീന, അതുപോലെ
മകളും 2 ദിവസം മരിച്ചു നിൽക്കുന്നുണ്ട്. മറ്റേ അതിനൊക്കെ കാണാനില്ല. മകനും ഇങ്ങനെ സമീപമുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നു എത്രയും പെട്ടെന്ന് ഞങ്ങൾ എത്താം എന്നുകൊണ്ട് ഞങ്ങൾ വേഗം സ്റ്റേഷനിൽ ജീപ്പായിട്ട് സ്റ്റേഷനിൽ ജീപ്പിൽ തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതല്ലേ? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ളൊരു ഇത് ഇവിടെ വന്ന വഴിക്ക് ആദ്യം നമ്മൾ വിളിച്ചത് ആംബുലൻസിനാണ് ഫസ്റ്റ് വിളിച്ച്. പിന്നീട് ഞങ്ങൾ ഈ പയ്യൻ തന്നെ പറഞ്ഞ അച്ഛൻ കിണറ്റിലായിരുന്നു. ആംബുലൻസ് അറിയിച്ചു. ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ മേലാധികാരികളെ അപ്പം തന്നെ ഞങ്ങൾ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് മേലാധികാരികളെ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ആംബുലൻസ് വരാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ ഇവർക്ക് മിടിപ്പുണ്ടായിരുന്നു. ബീനയ്ക്ക് സിബിയുടെ ഭാര്യ ബീനയ്ക്ക് മിടിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നേരം തന്നെ ഇവരെ ബീനേനെയും ഇവനും ഈ കുട്ടിയും ആദ്യത്തിനും വിഷം കഴിച്ചിട്ടുണ്ട്. ഇവരും ഒന്നിച്ച് ജീപ്പ് കയറ്റിയിട്ട് നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. ഈ കുട്ടി പറഞ്ഞപ്പോഴാണ് അടുത്ത വീട്ടിൽ കുട്ടി ആദിത്യൻ പറഞ്ഞിട്ടാണ് ഞാനാണ് ആദിത്യനോട് പറയുന്നത് അടുത്ത വീട്ടിൽ നിന്ന് ആളെ വിളിക്കാൻ. അങ്ങനെ ആദിത്യൻ അടുത്ത വീട്ടിൽ നിന്ന് ആളെ വിളിക്കുന്നത്. ആദിത്യൻ ആളെ വിളിക്കുമ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി. അങ്ങനെ അറിയുന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവം, പഴഞ്ഞി നാട് നടുങ്ങിയ ഒരു സംഭവം തന്നെ. ഇപ്പോൾ വീട്ടിലേക്ക് ഇനി കൂടുതൽ ഫോറൻസിക്കിൻ്റെ പരിശോധനകൾക്ക് മുതിരുകയാണ്. എന്തായാലും പറയാനുള്ളത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നാടിനെ നടുക്കിയ ദുരന്തത്തിൽ 4 പേർ ആത്മഹത്യക്ക് ശ്രമിച്ചു. പ്രത്യേകിച്ച് CBയെല്ലാം ഈ കുടുംബമെല്ലാം സമീപത്തൊക്കെ നിരവധി വീടുകളുണ്ട്. പക്ഷേ അവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ആദിത്യൻ മകൻ പോലീസിലേക്ക് അറിയിച്ചപ്പോഴാണ് അവരെല്ലാവരും ഇത് അറിയുന്നത്. പോലീസ് തന്നെയാണ് അടുത്ത വീട്ടിൽ അറിയിക്കാനും പറയുന്നത്. ഇപ്പോൾ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പഴഞ്ഞിയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തൃശൂർ പുല്ലഴിയിൽ വഴിയോരത്ത് വ്യാപകമായി ഹോട്ടൽ മാലിന്യം തള്ളിയ നിലയിൽ കോർപ്പറേഷൻ കണ്ടിൻജന്റ് ജീവനക്കാരനാണ് റോഡിൽ മാലിന്യം തള്ളിയത്. പുല്ലഴി ലക്ഷ്മി മില്ലിന് സമീപം കണ്ണൂത്തുകടവ് കണക്ഷൻ റോഡിലാണ് തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണ മാലിന്യങ്ങൾ കവറിലാക്കി റോഡിൽ തള്ളിയത്. തെരുവുനായ്ക്കൾ മാലിന്യങ്ങൾ റോഡിലേക്ക് കടിച്ചുവലിച്ച് നിരത്തിയിട്ട നിലയിലാണ്. ഏതാനും നാളായി ഇവിടുത്തെ CCTV ക്യാമറകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. കവറുകളിൽ നിന്ന് തൃശൂരിൽ പ്രവർത്തിക്കുന്ന സോന ഹോട്ടൽ എന്നിവയുടെ പേരുകൾ കണ്ടതോടെ കൗൺസിലർ ഹോട്ടലുകാരനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കോർപ്പറേഷൻ കണ്ടിജന്റ് ജീവനക്കാരനായ ഉദയൻ എന്ന ആളാണ് ഹോട്ടലുകളിൽ നിന്ന് പണം വാങ്ങി മാലിന്യം കൊണ്ടുപോയതെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് കൗൺസിലർ പറഞ്ഞു. CCTV ക്യാമറകൾ നന്നാക്കാനുള്ള അടിയന്തര നടപടികൾ എടുക്കുമെന്നും മാലിന്യം കൊണ്ടിട്ട ജീവനക്കാരനെതിരെ നടപടിയെടുക്കുമെന്നും ഡിവിഷൻ കൗൺസിലർ സുനിതാവിനു പറഞ്ഞു. സ്ഥിരമായിട്ടൊരു പതിവായിരിക്കുകയാണ് ഇവിടെ മാലിന്യം കൊണ്ടുവന്നത്. അത് വിവിധ ഹോട്ടലുകളിൽ നിന്നാണ്, നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നുള്ള മാലിന്യം തന്നെയാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്നലെ മുതൽ ഇവിടുത്തെ പ്രദേശവാസികളുടെയും ഞങ്ങൾ ഡിവിഷൻ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി ഞങ്ങൾ DLRകാരെല്ലാവരും കൂടി ഞങ്ങളൊരു അന്വേഷണം തുടങ്ങി. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ അന്വേഷണമാണ്. അപ്പം ഇന്ന് കാലത്താണ് ഞങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ്റെ ഒരു തൊഴിലാളി വഴിയാണ് ഇതിവിടെ വന്നതെന്ന് പറയുന്നു. നമുക്കറിയില്ല. നമ്മളിപ്പോൾ അങ്ങനെയാണ് നമ്മളോട് ഒരു ഹോട്ടൽ ഉടമയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു തൊഴിലാളി വഴിയാണ്, തൊഴിലാളിക്കാണ് ഞങ്ങൾ വേസ്റ്റ് കൊടുത്തത്, അവരാണ് ഇതിവിടെ കൊണ്ടുവന്നിട്ടേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ വ്യക്തിയുമായി അന്വേഷിച്ചപ്പോൾ അവർക്കത് അറിയില്ല. എത്രയോ രൂപ മേടിച്ചു, എത്രയും രൂപ മേടിച്ചിട്ടാണ് ഈ ഹോട്ടലുകാർ ഇവർക്കിത് കൊടുത്തതെന്ന് പറയുന്നു. സംഭവം അറിഞ്ഞ് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വാഹനവുമായി ജീവനക്കാരെത്തിയെങ്കിലും മാലിന്യം കൊണ്ടിട്ട ആൾ വരാതെ മാലിന്യം നീക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് നാട്ടുകാർ മാലിന്യ നീക്കം തടഞ്ഞു. പ്രദേശത്തെ കാട് പിടിച്ചു കിടന്ന സ്ഥലം ജീവനക്കാർ വെട്ടിത്തെളിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും മാലിന്യം മൂലം പ്രദേശത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്നും നാട്ടുകാരനായ ആൻഡോ പോളും മുൻ കൗൺസിലർ K രാമനാഥനും പറഞ്ഞു. ഏറ്റവും നല്ല റോഡാണ്, എല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കുന്ന റോഡാണ്. പക്ഷെ ഇവിടെ ഒരു 2024 ക്യാമറ വെച്ചിട്ട് ഒരു മാസത്തോളം ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ കാണുന്നത് മുഴുവൻ വേസ്റ്റും ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ആളുകൾ. അത് ഹോട്ടൽ മാലിന്യങ്ങളായിട്ടും മറ്റു ഫുഡ് വേസ്റ്റ് ആയിട്ടും ജനങ്ങളായിട്ടും എല്ലാവരും വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുക. ഇവിടെ അതിന് തക്കതായ ശിക്ഷാ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് കോർപ്പറേഷനോട് പറയാനുള്ളത്. ക്യാമറ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ ഫുള്ളായിട്ട് പ്രവർത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇവിടെ രാത്രി കാലങ്ങളിൽ ആർക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. മിനിമം ഒരു 100ഓളം പട്ടികൾ ഈ മാലിന്യം ഇതായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അന്ന് ക്യാമറ സ്ഥാപിച്ചത്. പക്ഷേ ആ ക്യാമറ വെച്ചതുകൊണ്ടും അതിൻ്റെ ഉപയോഗം, ക്യാമറയുടെ പ്രവർത്തനം നല്ല രീതിയിലെത്തതുകൊണ്ടുമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോർപ്പറേഷൻ്റെ തന്നെ ജീവനക്കാരനാണത് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രവണതയെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഇതിൻ്റെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാവണം തന്നെയാണ്. നമുക്ക് ജനങ്ങളുടെ ജീവനാണ്, അവരുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡിവിഷന്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ച 15ഓളം CCTV ക്യാമറകളിൽ 2 എണ്ണം മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കാത്ത ഹോട്ടലുകൾക്കെതിരെയും മാലിന്യം തള്ളിയ ജീവനക്കാരനെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ TS സുബീഷ് പറഞ്ഞു. വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് നോക്കിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ തെളിവനുസരിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്.
ആരായാലും ഏത് വ്യക്തിയായാലും ഞങ്ങൾ കർശന ശിക്ഷാ നടപടി എടുക്കുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ. ചാവക്കാട് വീട് കുത്തി തുറന്ന് കവർച്ച. ബ്ലാങ്ങാട് ജുമാത്ത് പള്ളിക്കടുത്ത് പള്ളത്ത് മനക്കൽ അബ്ദുൽ കരീമിന്റെ വീട്ടിലാണ് ഞായറാഴ്ച വൈകിട്ടോടെ കവർച്ച നടന്നത്. അബ്ദുൽ കരീമും കുടുംബവും സുഹൃത്തിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃശൂർക്ക് പോയപ്പോഴാണ് മോഷണം നടന്നത്. രാത്രി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് പ്രാർത്ഥനാമുറിയിലെ സ്റ്റീൽ അലമാര പൊളിച്ച നിലയിൽ കണ്ടത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ മോതിരങ്ങൾ, മാല, ലോക്കറ്റ്, സ്വർണ്ണ കോയിൻസ് എന്നിവയും പണവും നഷ്ടപ്പെട്ടു. വീടിന്റെ മുകളിലത്തെ നിലയിലെ ഗ്രില്ല് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. മുറികളിലെ അലമാരകളും മറ്റ് സാധനങ്ങളും വാരി വലിച്ചിട്ട നിലയിലാണ്. ചാവക്കാട് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബ്ലാങ്ങാട് കവർച്ച നടത്തിയത് വീടിനെക്കുറിച്ച് അറിയാവുന്നവർ എന്ന് സംശയം. വീണ്ടും ഒരു കവർച്ച. ചാവക്കാട് കല്ലു ബ്ലാങ്ങാട് ആണ് കവർച്ച കാണുന്നത്. വീട്ടിലുള്ളവർ കല്യാണത്തിന് പോയി പുറത്തു വരുന്നതിനിടയിൽ 4:00-നും രാത്രി 9:00-നും ഇടയിലാണ് കവർച്ച കാണുന്നത്. മോഷ്ടാവ്, ഈ വീട്ടിൽ CCTV ഉണ്ട്. മോഷ്ടാവ് ഈ വഴിയിലൂടെ കടന്ന് മതിലിലൂടെ ഇതിന് മുകളിലേക്ക് കയറി വീടിന് പുറകിലേക്ക് എത്തുകയായിരുന്നു. വീടിന് പുറകിലെത്തിയാൽ നമുക്ക് ആ ദൃശ്യം കാണാൻ സാധിക്കും. വീടിന് പുറകിലെത്തി ഇവിടെ ഒരു ഗ്രില്ലുണ്ട്. ഈ ഗ്രിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഗ്രിൽ വിരലുകൾ കൊണ്ട് പുറത്തുനിന്ന് വിരലുകൾ കൊണ്ട് ഗ്രില്ല് തുറന്നതിന് ശേഷം മോഷ്ടാവ് ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇവിടെ എത്തി എല്ലാ വീടുകളിലും കാണാൻ നമുക്ക് ടെറസിന് മുകളിലേക്ക് കടക്കാനുള്ള ഒരു വാതിലുണ്ടാവും. ഈ വാതിലകത്തുനിന്ന് കുറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വാതിലിൽ ഉറക്കെ അടിക്കുകയായിരുന്നു. ആ അടിയുടെ ആഘാതത്തിൽ അതിന് മുകളിലുള്ള കുറ്റി, ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എത്രമാത്രം ഈ വീടിന് പിറകിൽ വെക്കുന്ന വാതിലിന് എത്രമാത്രം സുരക്ഷയുണ്ട് എന്നുള്ളത്. ഇവിടെയുള്ള ആ സാക്ഷ അത് തെറിച്ച് വീഴുകയായിരുന്നു. ഇതിലൂടെ ഈ മോഷ്ടാവ് താഴേക്ക് ഇറങ്ങി, ഈ കോണിപ്പടിയിലൂടെ താഴേക്ക് ഇറങ്ങി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കൃത്യമായി അറിയാൻ സാധിക്കുന്ന, സ്ഥലത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്ന ഒരാളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഇത്ര കൃത്യമായി എവിടെയാണ് സ്വർണം ഇരിക്കുന്നതെന്നും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഈ മുറിയിലെ അലമാരയിലാണ് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഈ മുറിയിലെ അലമാരയിൽ നിന്ന് ആഭരണങ്ങൾ 5.5 പവനോളം സ്വർണം, അല്ലെ? 5.5 പവൻ സ്വർണം, അല്ലേ? 5 പവനോളം വരും. ഈ വാതിൽ പൂട്ടിയിരുന്നു? ഈ വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു 9-10 കൂടിയിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ വന്നപ്പോഴാണ് മുകളിലത്തെ ഡോറ് തുറന്ന് എടുക്കണതും പിന്നെ ഈ റൂമിൽ അലമാര തുറന്ന് എടുക്കണതും സാധനങ്ങളൊക്കെ. ഡ്രസ്സൊന്നും വലിച്ചിട്ടിട്ടില്ല, പക്ഷേ ഉള്ളിലത്തെ ലോക്കറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പെട്ടികളും കാര്യങ്ങളൊക്കെ താഴെ കിടക്കുമായിരുന്നു. കൃത്യമായി തന്നെ സ്വർണ്ണമിരിക്കുന്ന ഇടം അറിയാവുന്ന ഒരാളെ പോലെയാണ് കവർച്ച നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മേഖലയിൽ കല്ലു ബ്ലാങ്ങാട് മേഖലയിൽ സമീപകാലത്ത് കവർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. കയ്പമംഗലം മേഖലയിൽ, തീരമേഖലയിൽ ധാരാളം കവർച്ചകൾ നമ്മൾ സമീപകാലത്തായി കേൾക്കുന്നതാണ്. എന്തായാലും ജാഗ്രതയോടെ ഇരിക്കണം. സ്വർണ്ണത്തിന് വില കൂടിയതോടുകൂടി മോഷ്ടാക്കളുടെ എണ്ണവും മോഷണങ്ങളും ഏറിയിട്ടുണ്ട്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷ്കിനോടൊപ്പം മുകേഷ് ലാൽ. ഗുരുവായൂരിൽ വയോധികയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. മരണം സംഭവിച്ചത് കിണറ്റിൽ വെച്ചാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. കഴുത്ത് ഞെരിച്ചതിൻ്റെയും വായ പൊത്തിപ്പിടിച്ചതിൻ്റെയും ലക്ഷണങ്ങളുണ്ട്. ലൈംഗിക പീഡനം നടന്നിട്ടില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശനിയാഴ്ച രാത്രിയാണ് ചേലക്കര സ്വദേശിനിയെ ഗുരുവായൂരിലെ വാടക കെട്ടിടത്തിന്റെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പെരുമ്പാവൂർ സ്വദേശി സുരേഷ് കുമാർ റിമാൻഡിലാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ നഗരത്തിൽ വീണ്ടും കഞ്ചാവ് വേട്ട. പൂത്തോൾ P&T ക്വാർട്ടേഴ്സിന് സമീപത്ത് നിന്ന് 5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തു. ഒഡീഷ സ്വദേശി സഞ്ജീവ് മഹാക്കൂറിനെയാണ് തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഒരു തവണ കഞ്ചാവ് കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് 10,000 രൂപ പ്രതിഫലം കിട്ടുമെന്ന് പ്രതിമൊഴി നൽകി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AP പ്രവീൺകുമാർ, NR രാജു, KS ഗിരീഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ സിജോമൻ, PB നിധിൻ, M മാധവൻ, MD ബിജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റെനിൽ രാജൻ, ധനുസ് കൃഷ്ണ, അനൂപ് ദാസ്,
ഷാജിദ് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മുന്നറിയിപ്പില്ലാതെ സർവീസ് റോഡ് അടച്ചു. പുതുക്കാട് മേൽപ്പാല നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുന്നതായി പഞ്ചായത്ത്. വേണ്ടത്ര മുൻകരുതലോ ആസൂത്രണമോ ഇല്ലാതെ ദേശീയപാത അതോറിറ്റി പുതുക്കാട് മേൽപ്പാലത്തിന്റെ പണി ആരംഭിച്ചതോടെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതായി പഞ്ചായത്ത് ഭരണസമിതി പറയുന്നു. മുൻകൂട്ടിയുള്ള അറിയിപ്പില്ലാതെ സർവീസ് റോഡ് അടച്ചത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആരുമായും ദേശീയപാത അധികൃതർ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. മേൽപ്പാലത്തിന് ഇരുവശത്തുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ എന്നിവയുണ്ട്. പണി പൂർത്തിയാകുമ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള വഴികൾ അടയുമെന്ന ആശങ്കയും ഉയരുന്നു. പദ്ധതിയുടെ അന്തിമ രൂപരേഖ പരസ്യപ്പെടുത്താതെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗുണകരമാകില്ലെന്നും കൃത്യമായ ഡിസൈൻ ലഭ്യമാക്കിയാൽ മാത്രമേ ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയൂ എന്നും ഭരണസമിതി വ്യക്തമാക്കി. പരാതികൾ ചർച്ച ചെയ്യുന്നതിനായി ദേശീയപാത അതോറിറ്റി അധികൃതരുമായി യോഗം ചേരാൻ തീരുമാനിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കാൻ ആലോചനയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, വൈസ് പ്രസിഡന്റ് KJ ജോജു എന്നിവർ അറിയിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. മൈക്രോ ഫിനാൻസിനും SNDP യോഗത്തിനുമെതിരെ നടക്കുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറിയും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പറഞ്ഞു. SNDP യോഗം തൃശൂർ യൂണിയൻ വനിതാ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം കൂർക്കഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സമുദായത്തെ തകർക്കാൻ ചിലർ നടത്തുന്ന നീക്കം വിജയിക്കില്ലെന്നും മൈക്രോ ഫിനാൻസ് പദ്ധതി വനിതകൾക്കിടയിൽ വലിയ ആത്മീയ ഭൗതിക മുന്നേറ്റം ഉണ്ടാക്കിയതായും സംഗീത വിശ്വനാഥൻ കൂട്ടിച്ചേർത്തു. യുവ സാഹിത്യകാരി സുമ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ കൗൺസിലർമാരായ പത്മിനി ഷാജി, സുബി ബാബു, വിൻഷി അരുൺകുമാർ എന്നിവരെയും മുതിർന്ന വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു. ചന്ദ്രാപിന്നിയിൽ മൊബൈൽ ഷോപ്പിലെത്തിയ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ചന്ദ്രാപിന്നി കണ്ണനാംകുളം സ്വദേശി ഏറാക്കൽ വീട്ടിൽ സൂരജ്, ഒല്ലൂർ പൊന്നൂക്കര സ്വദേശി പുറങ്ങാപ്പറമ്പിൽ വിഷ്ണു എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ചാമക്കാല സ്വദേശി കൊച്ചിക്കാട്ട് വീട്ടിൽ യദുവിനെയാണ് പ്രതികൾ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. മദ്യലഹരിയിലെത്തിയ ഇവർ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ട് കീച്ചെയിനിലുണ്ടായിരുന്ന കത്രിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. മർദ്ദിച്ച ശേഷം യദുവിൽ നിന്ന് 1000 രൂപ തട്ടിയെടുത്തു. കുത്തേറ്റ യദു ആശുപത്രിയിൽ ചികിത്സ തേടി. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡ് പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ ദുരിതത്തിൽ. 30ഓളം തെരുവുനായ്ക്കളാണ് പ്രദേശത്ത് വിഹരിക്കുന്നത്. പുലർച്ചെ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരും സ്കൂൾ കുട്ടികളുമടക്കം വലിയൊരു വിഭാഗം ജനങ്ങൾ ഭീതിയിലാണ്. കോടതി വിധി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് ലംഘിച്ച് പ്രദേശവാസികളായ 2 വ്യക്തികൾ സ്ഥിരമായി തെരുവുനായകൾക്ക് ഭക്ഷണം നൽകുന്നത് ശല്യം വർദ്ധിക്കാൻ കാരണമാകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഭക്ഷണത്തിനായി നായ്ക്കൾ കൂട്ടമായി തമ്പടിക്കുന്നത് കാൽനട, ഇരുചക്രവാഹന യാത്രികർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏറെ നാളായി തുടരുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭയിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടികൾ ഒന്നുമായില്ല. ചാമുണ്ടേശ്വരി അമ്പലത്തിന്റെ അവിടെ നിന്ന് ഗുരുവായൂർക്ക് പോകുന്നത് ശ്രീകൃഷ്ണ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന റോഡുമാണ്. അതിൽ തെരുവുനായ്ക്കളുടെ ശല്യം വളരെയധികം കൂടുതലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിന് കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നുള്ള വിധി ഉള്ളപ്പോൾ തന്നെ 1-2 പേര് സ്ഥിരമായിട്ട് ഈ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് അവരവിടെ ക്യാമ്പ് ചെയ്യാണ്. നായ്ക്കള് വഴി നട എത്രയോ വൃദ്ധരായ സ്ത്രീകള് അമ്പലത്തിലേക്ക് പോകുമ്പോഴും പിന്നെ കുട്ടികൾ പോകുമ്പോഴും അവരെ ആക്രമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഞങ്ങളൊരു 13 വീട്ടുകാര് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനൊരു നടപടി ഉണ്ടാവണം. ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഇവിടുന്ന് ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദിവസേന 100 കണക്കിന് ഭക്തരെത്തുന്ന ഗുരുവായൂരിലെ പ്രധാന പാതകളിലൊന്നായ ചാമുണ്ടേശ്വരി റോഡിലെ തെരുവുനായ ശല്യത്തിന് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV, ഗുരുവായൂർ. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ 11-കാരന് തെരുവുനായയുടെ കടിയേറ്റു. കിഴക്കേ നടയ്ക്ക് സമീപം താമസിക്കുന്ന മറ്റൂക്കാരൻ ബിനുവിന്റെ മകൻ രുദ്രവ് ശങ്കറിനാണ് കടിയേറ്റത്. കിഴക്കേ നടയിൽ തമ്പടിച്ചിരുന്ന നായ്ക്കളുടെ കൂട്ടത്തിലൊരു നായ രുദ്രവിനെ ആക്രമിക്കുകയായിരുന്നു. കാലിൽ പരിക്കേറ്റ രുദ്രവ് ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവല്ലോമല മലേശമംഗലത്ത് അച്ഛനോടൊപ്പം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരൻ മരിച്ചു. അംബേദ്കർ ഗ്രാമം സ്വദേശി പ്രസാദ് മകൻ ആർദ്രവാണ് മരിച്ചത്. ലോകകപ്പ് വിശേഷങ്ങളുമായി കളികാലം. ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാർ ആരെന്നറിയാൻ ഇനി 3 മത്സരങ്ങൾ കൂടി.
ബുധനാഴ്ച പുലർച്ചെ 12:30 ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. വ്യാഴാഴ്ച പുലർച്ചെയാണ് അർജന്റീന ഇംഗ്ലണ്ട് സെമി പോരാട്ടം. ഞായറാഴ്ച അർദ്ധരാത്രിയാണ് കലാശക്കളി. അവസാന 4 ഇടം നേടിയ ഈ ലോകകപ്പ് ചരിത്രത്തിലേക്കാണ് പന്ത് തട്ടുന്നത്. ആദ്യ സെമിയിൽ ഫ്രാൻസ് 1984 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇരു ടീമുകളും മറ്റു വാർത്തകൾ നോക്കാം. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ ചുവന്ന മണ്ണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് MG റോഡ് റെസിഡൻസ് അസോസിയേഷൻ ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർക്ക് നിവേദനം നൽകി. നിരന്തരമായി വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ചുവന്ന മണ്ണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ഒരാഴ്ചക്കിടെ 2 ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആളുകൾ നിത്യജീവിതത്തിൽ ബന്ധപ്പെടുന്ന നിരവധി സ്ഥാപനങ്ങൾ റോഡിന് ഇരുവശത്തുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ വടക്കഞ്ചേരി റോയൽ ജംഗ്ഷൻ മാതൃകയിൽ ചുവന്ന മണ്ണിൽ അടിപ്പാത നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് MG റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജൻ ജോർജ്, സെക്രട്ടറി ബേസിൽ വർഗീസ് എന്നിവർ നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു. കാലവർഷം കനത്തതോടെ നിറഞ്ഞൊഴുകി കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുകയാണ് കൊടുമ്പ് ചാത്തൻചിറ ചെക്ക് ഡാം. തടാകത്തിന്റെ ഭംഗി ആസ്വദിച്ച് കാടിനരികിലൂടെയുള്ള യാത്രയാണ് ചാത്തൻചിറയുടെ പ്രധാന ആകർഷണം. വടക്കാഞ്ചേരിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് മനോഹരമായ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയൊരുക്കുന്ന കാനന കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നവർ മനം നിറഞ്ഞ് ഇവിടെ നിന്ന് തിരികെ പോകൂ. 3 വശവും വനവും കുന്നുകളുമുള്ളതാണ് ചാത്തൻചിറയുടെ പ്രധാന ആകർഷണം. ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വണ്ടിയായിട്ട് വരുന്നവർക്ക് കാറായിട്ട് ആക്സസും എല്ലാ കാര്യങ്ങളും ഉള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണുള്ളത്. വളരെ വൈബുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എല്ലാവരും വരിക. അകമല കാടുകളിൽ നിന്നുള്ള നീരൊഴുക്കാണ് ചാത്തൻചിറയെ ജലസമ്പന്നമാക്കുന്നത്. കടുത്ത വേനലിലും കാട്ടിൽ നിന്ന് നീരൊഴുക്കുള്ളതിനാൽ ചിറ എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കും. ശരിക്കും മഴക്കാലത്ത് എനിക്ക് വളരെ ഒരു നല്ലൊരു എൻജോയ്മെന്റ് പറ്റിയ സ്ഥലമാണ്. നല്ലൊരു ഇതാണ്. ഇപ്പൊ ആദ്യം ആൾക്കാരൊന്നും 200 വർഷം മുൻപ് ശർക്കര ചുണ്ണാമ്പ് മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഡാം 2016 നവീകരിച്ചു. ഡാമിലെ ചെളി വാരി നീക്കുകയും ആഴം കൂട്ടി ഇരുകരകളും ബലപ്പെടുത്തി പുതിയതായി വാൽവ് നിർമ്മിക്കുകയും സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 മീറ്ററോളം ഉയരവും 100 മീറ്ററോളം വീതിയുമുള്ള ഡാമിന്റെ കെട്ടിന് 4.5 ഏക്കറോളം വിസ്തൃതിയുണ്ട്. വടക്കാഞ്ചേരി എരുമപ്പെട്ടി മേഖലകളിലെ പ്രധാന കൃഷിയിടങ്ങളെല്ലാം ചാത്തൻചിറയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഡാമിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന വെള്ളം കൊടുമ്പ് കാഞ്ഞിരക്കോട് പാടശേഖരത്തിലൂടെ ഒഴുകി പള്ളിമണ്ണയിലെത്തി വടക്കാഞ്ചേരി കേച്ചേരി പുഴയെ ശക്തിപ്പെടുത്തുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ കാഞ്ഞിരക്കോട് സെന്ററിൽ നിന്നും BMBC നിലവാരത്തിലുള്ള റോഡും ചാത്തൻചിറയിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നു. പ്രാദേശിക ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഈ കാലത്ത് ചാത്തൻചിറ ഡാം പ്രദേശവാസികൾക്ക് മാത്രമല്ല ജില്ലയ്ക്ക് തന്നെ അഭിമാനമാണ്. മഴ പെയ്താലാണ് ചാത്തൻചിറ കൂടുതൽ മനോഹരമാവുക. എന്നിരുന്നാലും എല്ലാ കാലത്തും വിനോദസഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ് കൊടുമ്പ് ചാത്തൻചിറ. കുട്ടവഞ്ചയും അതുപോലെ തന്നെ ബോട്ട് സർവീസും എല്ലാം സജ്ജമാക്കിയ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. ക്യാമറ പേഴ്സൺ മനോജ് ഓർമ്മയ്ക്കൊപ്പം ശ്രീധർമ്മപ്പെട്ടി. കൊച്ചിൻ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ KPN നമ്പീശൻ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പരിപാടിയിൽ കൊച്ചിൻ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് MK ബിജി അധ്യക്ഷയായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ദേവസ്വം ബോർഡ് മെമ്പർമാരായ KK സുരേഷ് ബാബു, KP അജയൻ, ജനറൽ സെക്രട്ടറി KD ദാമോദരൻ നമ്പൂതിരി, ജോയിന്റ് സെക്രട്ടറി സതീശൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ലോക ജാവ ദിനത്തോടനുബന്ധിച്ച് വിന്റേജ് മോട്ടോർ സൈക്കിൾ ക്ലബ്ബ് തൃശൂരിന്റെ നേതൃത്വത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ജാവ SD ഓണേഴ്സ് ഒത്തുകൂടി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജാവ SD ഓണേഴ്സും വിന്റേജ് വാഹനപ്രേമികളും പങ്കെടുത്തു. 60കളിലെ ജാവയും 96-ൽ അവസാന മോഡലായ മൊണാർക്ക് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ റാലിയിൽ പങ്കെടുത്തു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ക്ലബ്ബ് പ്രസിഡന്റ് ഹോമി ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്ത റാലി ചിമ്മിനി ഡാമിൽ അവസാനിച്ചു. ചിമ്മിനി വന്യജീവി എക്കോ ടൂറിസം വനംവകുപ്പുമായി ചേർന്ന് വനംവകുപ്പ് പദ്ധതിയായ വിത്തുണ്ട എറിയൽ വനവൽക്കരണം പരിപാടിയിൽ ക്ലബ്ബ് അംഗങ്ങൾ പങ്കെടുത്തു. ക്ലബ്ബ് അംഗങ്ങളായ ഫ്രാങ്കോ T ലൂയിസ്, റിജോയ് ചിറയത്ത്, ലിംഷാദ് പടുവിങ്ങൽ, അരുൺ ചേലൂർ, ശ്രീരാഗ്, ജീസൺ, സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,100 രൂപ, പവന് 1,04,800 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സ്വകാര്യ ബസ്സുകൾക്ക് നഷ്ടത്തിൽ നിന്ന് കരകയറാനായി ടിക്കറ്റ് ഇതര വരുമാനത്തിന് വഴിയൊരുക്കി സർക്കാർ. സ്വകാര്യ ബസ്സുകളിൽ പരസ്യം നൽകാൻ അനുമതി നൽകുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രികാല വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതായും മന്ത്രി. കാപ്പ കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. സുഗതന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് സത്യപ്രതിജ്ഞ. കുന്നംകുളം പഴഞ്ഞിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അച്ഛനും മകളും മരിച്ചു. അമ്മയും മകനും ആശുപത്രിയിൽ ചികിത്സയിൽ. തൃശൂർ പുല്ലഴിയിൽ വഴിയോരത്ത് വ്യാപകമായി ഹോട്ടൽ മാലിന്യം തള്ളിയ നിലയിൽ. റോഡിൽ മാലിന്യം തള്ളിയത് കോർപ്പറേഷന്റെ കണ്ടിൻജന്റ് ജീവനക്കാരൻ. മാലിന്യം നിക്ഷേപിച്ച ജീവനക്കാരനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കൗൺസിലർ. ചാവക്കാട് ബ്ലാങ്ങാട് വീട് കുത്തി തുറന്ന് കവർച്ച. 5.5 പവനും പണവും നഷ്ടപ്പെട്ടു. മോഷ്ടാവ് അകത്ത് കയറിയത് വീടിന്റെ മുകളിലത്തെ നിലയിലെ ഗ്രില്ല് പൊളിച്ച്. ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാർ ആരെന്നറിയാൻ ഇനി 3 മത്സരങ്ങൾ കൂടി. കലാശക്കളി ഞായറാഴ്ച അർദ്ധരാത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.